എന്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അറിയണം എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് പരാജയമുണ്ടാകുന്നത്. മുസ്ലിം സമുദായത്തിന് പരാജയമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതെ, ഒരു കാലത്ത് ഈ സമുദായത്തിന് പരിപൂർണമായ വിജയം നേടിക്കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായി സമുദായത്തിന് ബന്ധമില്ലാതായി. ഖുർആനുമായി സമുദായത്തിന് ബന്ധമില്ലാതായി. ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം, നമുക്ക് ഖുർആനുമായി എന്ത് ബന്ധമുണ്ട്? നമുക്ക് ഖുർആനുമായി എന്ത് ബന്ധമാണുള്ളത്? നമ്മുടെ എല്ലാം വീടുകളിൽ അലമാരയ്ക്ക് മുകളിൽ, ഷെൽഫുകൾക്ക് മുകളിൽ, പൊടിപടലങ്ങൾക്കിടയിൽ, മാറാലകൾക്കിടയിൽ പൊടി പിടിച്ചുകൊണ്ട് ഉപയോഗശൂന്യമായി ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ ബറക്കത്തിന് വേണ്ടി മാത്രം ഒരു വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനപ്പുറം എനിക്കും നിങ്ങൾക്കും വിശുദ്ധ ഖുർആനുമായി എന്ത് ബന്ധമാണ് പറയാനുള്ളത്? എന്ത് ബന്ധമാണ് പറയാനുള്ളത്? കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, വേണ്ടപ്പെട്ടവരായ ആരെങ്കിലും മരണപ്പെട്ടാൽ മാത്രം സ്ഥാനചലനം സംഭവിക്കപ്പെടാൻ വിധിക്കപ്പെട്ട രീതിയിൽ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ പോലും വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിലപ്പുറം സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഖുർആനുമായി എന്ത് ബന്ധമാണുള്ളത്? ഖുർആനുമായി നമുക്കെന്ത് ബന്ധം? ഞാനിവിടെ ഖുർആൻ എന്ന് പറയുമ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന അമുസ്ലിം സഹോദരങ്ങളുണ്ട് എങ്കിൽ, മുസ്ലിമുകളുടെ വേദഗ്രന്ഥമായ ഒരു ഖുർആനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ്. തൊപ്പി വരിക്കവനും, ദാടി വളർത്തുന്നവനും, നിസ്കരിക്കുന്നവനും, ഹജ്ജ് ചെയ്യുന്നവനും മാത്രം അവകാശപ്പെട്ടതാണ് ഖുർആൻ എന്നൊരു ധാരണ നമുക്കുണ്ട്. പക്ഷേ അല്ലാഹു തആല ഖുർആനിനെ പരിചയപ്പെടുത്തിയത് ഹുദൽ ലിന്നാസ്, സർവ മനുഷ്യർക്കും സന്മാർഗമാണ് ഖുർആൻ. മാനവരാശിക്കൊരു വഴികാട്ടിയായ ഖുർആൻ സകല മനുഷ്യർക്കും വഴികാട്ടിയായി വർത്തിക്കുന്ന ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിലെ ആദ്യ ഭാഗം നമ്മൾ മറിച്ചു നോക്കുവിൻ. എങ്ങനെയാ ഖുർആൻ തുടങ്ങുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുനിയാവിലെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്ന, എന്നാൽ അങ്ങ് പാരത്രിക ലോകത്ത് തന്നെ വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്ന ഒരല്ലാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്ന ഖുർആൻ. രണ്ടാമതായി പടച്ചവൻ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ അർത്ഥം എന്താ? മുസ്ലിമീങ്ങളുടെ പരിപാലകനായ അല്ലാഹു എന്നാണോ? നിസ്കരിക്കുന്നവരുടെ പരിപാലകനായ അല്ലാഹു എന്നാണോ? അല്ല, മറിച്ച് ഈ ലോകത്തിന്റെ മുഴുവനും പരിപാലകനായ അല്ലാഹ്, ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും പരിപാലിക്കുന്ന അല്ലാഹ്. അവൻ മുസ്ലിമാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, നിരീശ്വരവാദിയായിക്കൊള്ളട്ടെ, ആരായിരുന്നാലും ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ നാഥനായ അല്ലാഹ്. അങ്ങനെ ഒരു അല്ലാഹനെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ വേദഗ്രന്ഥമാണ് ഖുർആൻ. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതൊന്നും അല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതൊന്നും അല്ല. വിശുദ്ധ ഖുർആൻ രണ്ട് രീതിയിലാണ് അഭിസംബോധന നടത്തുന്നത്. ഒന്ന്, ഖുർആൻ ചില സമയത്ത് വിളിക്കാറുണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, കൃത്യമായി നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, മുസ്ലിമായി ജീവിക്കുന്ന മനുഷ്യരെ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിക്കാറുണ്ട്. രണ്ടാമത് ഖുർആനിലുള്ള ഒരു അഭിസംബോധന യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ്. മനുഷ്യരെ, സകല മനുഷ്യരെയും വിളിക്കുന്നു ഖുർആൻ. ഖുർആനിൽ ആദ്യം വന്ന ഏത് അഭിസംബോധനയാ? ഖുർആനിൽ ആദ്യം വന്ന അഭിസംബോധന ഏത് അഭിസംബോധനയാണ്? അല്ലാഹുവിന്റെ ഖുർആൻ തുറക്കുവിൻ. സൂറത്തുൽ ബഖറയിലൂടെ പടച്ച തമ്പുരാൻ വിളിക്കുകയാണ്, അല്ലാഹു വിളിക്കുകയാണ് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മതത്തിന്റെ അതിർവരമ്പുകളില്ല, ജാതിയുടെ അതിർവരമ്പുകളില്ല, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ഭാഷയുടെ, വേഷത്തിന്റെ, ദേശത്തിന്റെ അതിർവരമ്പുകളില്ല. അല്ലാഹു വിളിക്കുകയാണ് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മാനവരാശിയെ മുഴുവനും വിളിക്കുന്ന ഖുർആൻ, മാനവരാശിയെ മുഴുവനും വിളിക്കുന്ന ഖുർആൻ. എന്നിട്ട് ഖുർആൻ പറഞ്ഞതെന്താണ്?
മനുഷ്യരെ നിങ്ങൾ ആരാധിച്ചു കൊള്ളുക, മനുഷ്യരെ നിങ്ങൾ ആരാധനാ മുറകൾ അർപ്പിച്ചു കൊള്ളുക. ആർക്ക് വേണ്ടി എന്നാ ഖുർആൻ പറഞ്ഞത്? മുസ്ലിമുകളുടെ ദൈവമായ അല്ലാഹുവിന് വേണ്ടി എന്നാണോ? നിസ്കരിക്കുന്നവരുടെ ദൈവമായ അല്ലാഹുവിന് വേണ്ടി എന്നാണോ? നോമ്പ് പിടിക്കുന്നവരുടെ ദൈവമായ അല്ലാഹുവിന് വേണ്ടി എന്നാണോ? ഇല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെ ഒരു ഭാഗത്തും പറയുന്നില്ല. പിന്നെയോ ഖുർആൻ പറയുന്നു, മനുഷ്യരെ നിങ്ങൾ ആരാധിച്ചു കൊള്ളുക. ആരെയെന്നറിയുമോ? റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവുണ്ടല്ലോ, നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളുടെ രക്ഷിതാവുണ്ടല്ലോ. മുസ്ലിമേ, ഹൈന്ദവനായ സഹോദര, ക്രൈസ്തവനായ സഹോദര, നീ ആരാധിക്കേണ്ടതാരെയാണ്? നീ ആരാധിക്കേണ്ടതാരെയാണ്? റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിന്നെ സൃഷ്ടിച്ചതാരാണോ, നിന്നെ പരിപാലിക്കുന്നതാരാണോ, അവരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ ദൈവങ്ങളിലേക്ക് മാനവകുലത്തെ മുഴുവനും ക്ഷണിക്കുന്ന ഖുർആൻ. മനുഷ്യരുടെ ദൈവം, മനുഷ്യരുടെ ദൈവമാരാണോ അവനെ ആരാധിക്കുക, അല്ലെ? സകല മനുഷ്യർക്കും അവരുടെ പരിപാലകൻ ആരെന്ന് പരിചയപ്പെടുത്തുന്നു ഖുർആൻ. ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിപാലകനായി, അല്ലെ, പരിപാലകൻ, സസ്റ്റൈനർ, ഹൈന്ദവ സഹോദരങ്ങൾ പേര് പറയാറുണ്ട്, അത് മഹാവിഷ്ണുവാണ്, അല്ലെ? വിഷ്ണുവാണ് പരിപാലകൻ. ഈ പരിപാലകന് ഖുർആൻ കൊടുത്ത പേര് റബ്ബ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ പരിപാലകൻ ആരാ എന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്ന ഖുർആൻ. പരിപാലകൻ ആരെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ. ഈ പരിപാലകൻ എങ്ങനെയായിരിക്കണം? അതെ, ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ പരിപാലകൻ ആരെന്നറിയുമോ? നിങ്ങളുടെ പരിപാലകൻ ഏകനാണ്. ഒരേ ഒരു പരിപാലകനെ നിങ്ങൾക്കുള്ളൂ, നൂറുകണക്കിന് പരിപാലകർ നിങ്ങൾക്കില്ല. മഴ പെയ്യിക്കാൻ ഒരു പരിപാലകൻ, വെയിൽ തരാൻ മറ്റൊരു പരിപാലകൻ, ഭക്ഷണം തരാൻ മറ്റൊരു പരിപാലകൻ, ശ്വാസം തരാൻ മറ്റൊരു പരിപാലകൻ, കുടുംബം തരാൻ മറ്റൊരു പരിപാലകൻ ഇല്ല. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ നൂറുകണക്കിന് ദൈവങ്ങളെ വെച്ച് ആരാധിക്കാൻ പഠിപ്പിക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഒരു പരിപാലകനേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, അല്ലേ? ഖുർആനും അത് പഠിപ്പിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, പറഞ്ഞു കൊടുക്ക് നബിയെ, ഏകനായ പരിപാലകൻ അത് അല്ലാഹുവാണ്, അല്ലാഹുവാണെന്ന് സർവ്വ മനുഷ്യരെയും വിളിക്കുന്നു ഖുർആൻ, അല്ലേ? ഹൈന്ദവ സഹോദരങ്ങൾ പറയാറുണ്ട് സൃഷ്ടാവ്, അല്ലെ? ആരാണ് സൃഷ്ടാവ്? ബ്രഹ്മാവ് എന്നൊരു പേര് കൊടുത്തു. ബ്രഹ്മാവ് എന്ന പേര് കൊടുത്ത് സൃഷ്ടാവിനെ അംഗീകരിക്കും, അല്ലെ? സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ദ ക്രിയേറ്റർ, അൽ ഖാലിഖ്. അൽ ഖാലിഖ് ഖുർആൻ പരിചയപ്പെടുത്തി, ഖാലിഖ്, അല്ലെ? എന്നാൽ ആ സൃഷ്ടാവ് എങ്ങനെയായിരിക്കണം? ഹൈന്ദവ വേദങ്ങൾ പഠിപ്പിച്ചു എങ്ങനെയായിരിക്കണം. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ സൃഷ്ടാവുണ്ടല്ലോ, നതസ്യ പ്രതിമാസ്ത്യ, അവന് പ്രതിമകളൊന്നുമില്ല, അവന് നിങ്ങൾ കോലങ്ങൾ ഉണ്ടാക്കാൻ മെനക്കെടണ്ട, അവന് രൂപങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ മെനക്കെടണ്ട. അങ്ങനെ ഏകനായ പ്രതിമകളില്ലാത്ത ഒരു ദൈവം ഏതാണ്? ആ ദൈവത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്ന ഖുർആൻ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നാം ഇവിടെ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് മുഴുവനും വഴികാട്ടിയാണ്. ആ വിശുദ്ധ ഖുർആനുമായി എനിക്കും നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള വിഷയമാണ്. ഖുർആനുമായി നമുക്കെന്ത് ബന്ധമാണുള്ളത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോടൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. ഒരു ദിവസം മണിക്കൂറുകളോളം സമയം കൊടുക്കും പാർട്ടി പത്രങ്ങൾക്കും പാർട്ടി പ്രസിദ്ധീകരണങ്ങൾക്കും വേണ്ടി. ഒരു ദിവസം മണിക്കൂറുകളോളം സമയം കൂട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ നീ കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, ഒരു ദിവസം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന് വേണ്ടി എത്രത്തോളം സമയം കൊടുത്തിട്ടുണ്ട്? ഖുർആനിന് വേണ്ടി എത്രത്തോളം സമയം കൊടുത്തിട്ടുണ്ട്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ മുസ്ലിം സമുദായം ആക്രമിക്കപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ തെരുവോരങ്ങളിലേക്ക് കൊടിയുമെടുത്ത് ബാനറുകളും പിടിച്ച് സിന്ദാബാദ് വിളിക്കാൻ ഈ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ സജ്ജരാണ്. എന്നാൽ
എന്നാൽ എന്റെ സഹോദരങ്ങളെ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, അബൂ ഖുറൈബിലും ഗോണ്ടനോമയിലുമുള്ള മുസ്ലിമുകളായ സഹോദരങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ മണിക്കൂറുകളോളം കിൻഡൽ കണക്കിന് ഭാരമുള്ള സിമന്റ് ബ്ലോക്കുകൾ ചുമന്നു നിൽക്കേണ്ടി വരുന്നതിന്റെ പേരിൽ കൈകളിലെയും ശരീരത്തിലെയും ഞരമ്പുകൾ തടിച്ചു വന്നിട്ട് ആ ഞരമ്പുകൾ പൊട്ടി അതിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകിയിട്ട് ആ ഭാരമുള്ള കിൻഡൽ കണക്കിന് ഭാരമുള്ള സിമന്റ് ബ്ലോക്കുകൾ ശരീരത്തിലേക്ക് വന്നു വീണ് പിടഞ്ഞു മരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒരു നൂൽ കഷണം പോലും ധരിക്കാൻ അനുവദിക്കാതെ ഐസ് ക്യൂബുകൾക്ക് നടുവിൽ നിർത്തപ്പെടുമ്പോൾ ശരീരത്തിലെ രക്തം കട്ടപിടിച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി വേദന തിന്നു മരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അവരുടെ മുന്നിലേക്ക് അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ കൊണ്ടുവന്ന് നിർത്തി ക്രൂരമായി വെള്ളപ്പട്ടാളക്കാരെ മാറി ബലാത്സംഗം ചെയ്യുമ്പോഴും അത് കണ്ടുകൊണ്ട് കണ്ണീരെടുക്കുന്ന സഹോദരങ്ങളുടെ കഥകളെ ഞാനും നിങ്ങളും കേൾക്കാറുണ്ട്. എന്നാൽ എന്റെ സഹോദരങ്ങളെ നമ്മൾക്കറിയോ, അബൂ ഖുറൈബിലും ഗോണ്ടനോമയിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് വേണ്ടി അവരുടെ ശരീരം ശുദ്ധിയാക്കാൻ വെള്ളമൊരുക്കി കൊടുക്കാതെ ചീഞ്ഞലഞ്ഞു നാറുന്ന പാശ്ചാത്യ സംസ്കാരങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ അമേരിക്കക്കാരൻ അതിന് പകരം ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുമ്പോൾ ആ ടിഷ്യൂ പേപ്പറിനും പകരമായി ശരീരം ശുദ്ധിയാക്കാൻ വിശുദ്ധ ഖുർആൻ എടുത്ത് തുറന്നു കൊടുത്തിട്ട് ഇതിൽ നിന്നും പേപ്പറുകൾ കീറിയെടുത്തുകൊണ്ട് ശരീരം ശുദ്ധിയാക്കാൻ പറയുമ്പോൾ ഒരിക്കൽ പോലും അമേരിക്കക്കാരന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാത്ത സഹോദരങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ അമേരിക്കക്കാരൻ തോക്ക് തിരിച്ചു പിടിച്ച് തോക്കിന്റെ പാത്തി കൊണ്ട് തലയുടെ രണ്ടു വശത്തേക്ക് മാഞ്ഞാൻ അടിക്കുമ്പോൾ കാതുകളിലൂടെയും മൂക്കുകളിലൂടെയും രക്തം ഇങ്ങനെ പുറത്തേക്ക് ചീറ്റയിട്ട് അമേരിക്കൻ തടങ്കൽ പാളയങ്ങളുടേതായ ഇരുണ്ട മുറികളുടെ 4 ചുവരുകളിലേക്കും ആ രക്തം ഇങ്ങനെ ചീറ്റി തെറിക്കുമ്പോൾ ജീവിതം അവസാനിക്കുന്നത് വരെയും വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഖുർആനിനോടുള്ള ബന്ധം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുടെ വാർത്ത കേട്ടുകൊണ്ട് രോമാഞ്ചമുണ്ടാകുന്ന രക്തം തിളക്കുന്ന എന്റെ ചെറുപ്പക്കാര, ഓരോ നിമിഷം നീ ഒന്ന് ചിന്തിക്ക്, നിനക്ക് ഖുർആനുമായിട്ട് ബന്ധമുണ്ടോ? ഖുർആനുമായിട്ട് ബന്ധമുണ്ടോ? പള്ളിയിലേക്ക് പോകുമ്പോ ഖുർആൻ ഓതാൻ സമയമുണ്ടോ? വീട്ടിലിരിക്കുമ്പോ ഖുർആൻ ഓതാൻ സമയമുണ്ടോ? എന്റെ സഹോദരിമാർ മഗ്രിബിന് ഇശാഇനിടയിലുള്ള പുണ്യമായ സമയത്ത് പോലും അല്ലാഹുവിനെ മറന്ന് റസൂലുള്ളാഹിനെ വെറുത്തുകൊണ്ട് ടിവി സീരിയലുകൾക്കും റിയാലിറ്റി ഷോകൾക്കും വേണ്ടി സമയം കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോടൊന്ന് ചോദിക്കട്ടെ, ഖുർആനിന് വേണ്ടി കൊടുക്കാൻ സമയമുണ്ടോ? ഖുർആനിന് വേണ്ടി കൊടുക്കാൻ സമയമുണ്ടോ? ഖുർആനുമായി ബന്ധം വെക്കാൻ പറ്റണം നമുക്ക്, അപ്പോഴാണ് നമുക്ക് മഹത്വം ഉണ്ടാകുന്നത്. അല്ലാതെ മുസ്ലിം എന്ന് പറഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ സത്യവിശ്വാസിയാണെന്ന് പറഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഖുർആനുമായി ബന്ധപ്പെടുമ്പോഴാണ് മനുഷ്യർക്ക് മഹത്വം ഉണ്ടാകുന്നത്. ഖുർആനുമായി ബന്ധപ്പെടുമ്പോഴാണ് സകല വസ്തുക്കൾക്കും മഹത്വമുണ്ടാകുന്നത്. അതേ സഹോദരങ്ങളെ, നമുക്കറിയുമല്ലോ വിശുദ്ധമായ റമളാൻ മാസത്തെ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് പരിചയപ്പെടുത്താനുള്ളത്? അതേ മാസങ്ങളുടെ നേതാവായ റമളാൻ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും പുണ്യങ്ങളുടെ പൂമാരി ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്ന റമളാനെ എനിക്കും നിങ്ങൾക്കും പരിചയപ്പെടുത്താനുള്ളത് അപ്രകാരമാണെങ്കിൽ അതേ റമളാൻ എന്ന് പറയുന്നത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാ, തറാവീഹിന്റെ മാസമാണ് റമളാൻ, മഗ്ഫിറത്തിന്റെ മാസമാണ് റമളാൻ, റഹ്മത്തിന്റെ മാസമാണ് റമളാൻ, നരകമോചനത്തിന്റെ മാസമാണ് റമളാൻ, സ്വർഗ കവാടങ്ങൾ മലർക്ക് തുറക്കപ്പെടുന്ന മാസമാണ് റമളാൻ. ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മാലാഖമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മാസമാണ് റമളാൻ. എനിക്കും നിങ്ങൾക്കും റമളാനെ ഇപ്രകാരമാണ് പരിചയപ്പെടുത്താനുള്ളതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റമളാനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ശഹ്റു റമളാൻ എന്ന മാസമുണ്ടല്ലോ,
അല്ലാഹു റമദാനെ പരിചയപ്പെടുത്തുന്നത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമെന്ന് പറഞ്ഞല്ലോ. അല്ലാഹു റമദാനെ പരിചയപ്പെടുത്തുന്നത് തറാവീഹിന്റെ മാസമെന്ന് പറഞ്ഞല്ലോ. നരകമോചനത്തിന്റെ മാസമെന്ന് പറഞ്ഞല്ലോ. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമെന്ന് പറഞ്ഞല്ല. അല്ലാഹു റമദാനെ പരിചയപ്പെടുത്തുന്നത് അതേ ലൈലത്തുൽ ഖദറിന്റെ മാസമെന്ന് പറഞ്ഞല്ലോ. അല്ലാഹു റമദാനെ പരിചയപ്പെടുത്തുന്നത് ഓരോ സൽക്കർമ്മങ്ങൾക്കും 70 ഇരട്ടിയോളം പ്രതിഫലമുള്ള മാസമെന്ന് പറഞ്ഞല്ല. പിന്നെയോ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ. അല്ലാഹു റമദാനെ പരിചയപ്പെടുത്തുകയാണ്. ശുഹ്റു റമദാൻ, റമദാൻ എന്ന മാസമുണ്ടല്ലോ. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. അല്ലാഹുവിന് ഒരുപാട് ദിവസങ്ങളുണ്ട്, അല്ലാഹുവിന് ഒരുപാട് മാസങ്ങളുണ്ട്. ആ മാസങ്ങളിൽ ഏതോ ഒരു മാസത്തിലല്ല പടച്ചവൻ ഖുർആനെ ഇറക്കിയത്. പുണ്യനെയോ പുണ്യങ്ങളുടെ പേമാര് വർഷിക്കപ്പെടുന്നതായ, മനുഷ്യ മനസ്സുകൾ ശുദ്ധീകരിക്കപ്പെടുന്ന മാസമായ, മനുഷ്യ ശരീരം തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടുന്ന മാസമായ റമദാൻ. ആ റമദാനിലാണ് പടച്ച തമ്പുരാൻ ഖുർആനിനെ ഇറക്കിയത്. അതേ എന്റെ സഹോദരങ്ങള്, അല്ലാഹു ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്ത മാസമായ റമദാനിൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ സ്ഥാനമുണ്ട്. അതേപോലെ ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്ത ദിവസമുണ്ടല്ലോ, ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്ത രാത്രിയുണ്ടല്ലോ. ഏത് രാത്രിയാണ്, ഏത് രാത്രിയാണ് നമുക്കറിയുമല്ലോ. ഒരു മനുഷ്യന് കിട്ടുന്ന കോടാനുകോടി രാവുകളുണ്ട്. ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് രാത്രികൾ കിട്ടുന്നുണ്ട്. ആ രാത്രികളില് ഒരു മനുഷ്യനൊരു ജീവിതത്തിൽ അവന് കിട്ടുന്നതായ രാത്രികളില് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാ? ഒരു മനുഷ്യ ജീവിതത്തിൽ കിട്ടുന്ന രാത്രിയില് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാ? അത് ലൈലത്തുൽ ഖദർ എന്ന രാത്രിയാണ്. ലൈലത്തുൽ ഖദർ എന്ന രാത്രിയാണ് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ്. ജിബ്രീലും മലക്കുകളും ഇറങ്ങി വരുന്ന രാത്രിയാണ്. അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്ന രാത്രിയാണ്. മനുഷ്യ മക്കൾ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് ചെന്നെത്തുന്ന രാത്രിയാണ്. ഈ ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ, ഈ ലൈലത്തുൽ ഖദറിനെ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിയതെങ്ങനെയാ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഞാൻ എന്റെ ഖുർആനിന്, നാം നമ്മുടെ ഖുർആനിന് ഈ ലോകത്തേക്ക് ഇറക്കിയ മാസമാണ് ലൈലത്തുൽ ഖദർ. അല്ലാഹു പറയുന്നു ഖുർആൻ ഇറങ്ങിയ ദിവസമാണ്, ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. എന്നിട്ട് പടച്ചവൻ ചോദിക്കുന്നു, നബിയേ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്റെ ഖുർആൻ ഇറങ്ങിയ രാത്രിയായ ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ, ആ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം അറിയുമോ നബിയേ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. ഞാൻ എന്റെ ഖുർആൻ ഇറക്കിയ ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ പുണ്യം നിറഞ്ഞ രാത്രിയാണ്. ഞാൻ എന്റെ ഖുർആൻ ഇറക്കിയ ലൈലത്തുൽ ഖദർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن من كل أمر سلام هي حتى مطلع الفجر. ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മാലാഖമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവുണ്ടല്ലോ, ആ രാവിലാണ് നബിയേ ഞാൻ വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അതേ പടച്ച തമ്പുരാൻ പ്രതിപാദിക്കുകയാണ്, മാസങ്ങളുടെ നേതാവായ റമദാൻ, ആ റമദാനിൽ തന്നെ ഇറക്കപ്പെട്ട ഖുർആൻ, ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിൽ അവതീർണമായ ഖുർആൻ. ഖുർആനുമായി ബന്ധപ്പെട്ട മാസത്തിന് സ്ഥാനമുണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട ദിവസത്തിന് സ്ഥാനമുണ്ട്. അതുപോലെ എന്റെ സഹോദരങ്ങളെ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തിയ മലക്കേത് മലക്കാണ്. അല്ലാഹുവിന് കോടാനുകോടി മാലാഖമാരുണ്ട്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകളിൽ വെച്ച് മുഖറബുൽ അംലാക്, ആ മലക്കുകളിൽ വെച്ച് അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ സാമീപ്യം ശ്രദ്ധിച്ച മഹാനായ ജിബ്രീലിലൂടെ അവതീർണമായ ഖുർആൻ നസല ബിഹിർ റൂഹുൽ അമീൻ, റൂഹേ അമീനായ ജിബ്രീലിലൂടെ അവതീർണമായ ഖുർആൻ. ഏത് ജിബ്രീലാണ്? ഖുവ്വത്തുൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. അല്ലാഹുവിന്റെ വിശാല വിസ്തൃതമായ ദർബാറിൽ വെച്ച് ഏത് ജിബ്രീലിനെ പറ്റി സത്യസന്ധനെന്ന് പാടിപ്പുകഴ്ത്തിയോ, ഏത് ജിബ്രീലിനെ പറ്റി ശക്തനെന്ന അപദാനങ്ങൾ പാടപ്പെട്ടോ, അങ്ങനെയുള്ള ജിബ്രീലിലൂടെ അവതീർണമായ ഖുർആൻ, അതേ ഖുർആൻ ഇറക്കിക്കൊണ്ടുവരാനും ഒരു സ്ഥാനമുള്ള മലക്കിനെ പടച്ച തമ്പുരാൻ ഏൽപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല സഹോദരങ്ങള്, ഖുർആൻ ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ അല്ലാഹു തിരഞ്ഞെടുത്ത പ്രവാചകനുണ്ടല്ലോ. ഏത് നബിയാണ്? അഷ്റഫുൽ ഖൽഖായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കുപോലും മൊഴിയാത്ത മുത്തലി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒരനക്കം പോലും അനങ്ങാത്ത നബി മുഹമ്മദ് മുസ്തഫ എന്ന് പടച്ച തമ്പുരാൻ ഏത് പുണ്യപ്രവാചകർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തോ, അങ്ങനെയുള്ള നബിയിലേക്ക് അവതീർണമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസം സ്ഥാനമുള്ള മാസമാണ്. ഖുർആൻ ഇറക്കപ്പെട്ട രാത്രി സ്ഥാനമുള്ള രാത്രിയാണ്. ഖുർആൻ കൊണ്ടുവന്ന മലക്ക് സ്ഥാനമുള്ള മലക്കാണ്. ഖുർആൻ ഇറക്കപ്പെട്ട നബി സ്ഥാനമുള്ള നബിയാണ്. എന്ന് മാത്രമല്ല, ഖുർആൻ ഇറക്കപ്പെട്ട സമുദായമുണ്ടല്ലോ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമുദായമുണ്ടല്ലോ. ആ സമുദായത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത സ്ഥാനം എന്താണ്? ഖുർആൻ ഇറക്കപ്പെട്ട ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമുദായത്തിന് അല്ലാഹു കൊടുത്ത സ്ഥാനം എന്താണ്? അതേ ഒരുപാട് സമുദായങ്ങൾ കടന്നുപോയതാണ്. 1000 വർഷത്തിലധികം ആയുസ്സുള്ള സമുദായം കടന്നുപോയതാണ്. വിശക്കുമ്പോൾ സ്വർഗത്തലകളിൽ ഭക്ഷണം വിളമ്പപ്പെട്ട സമുദായം കടന്നുപോയതാണ്. സ്വന്തം കൈകൾ കൊണ്ട് കല്ലുകളെ രൂപപ്പെടുത്തുന്ന സമുദായം കടന്നുപോയതാണ്. യാതൊരുവിധ അധ്വാനവുമില്ലാതെ മരച്ചില്ലകളോടെ മണ്ണും സൽവയും എന്ന വിശിഷ്ട ഭോജനം ഇറക്കിക്കൊടുത്ത സമുദായം കടന്നുപോയതാണ്. നടന്നു നീങ്ങുന്ന വഴികളിൽ മേഘം തണലിട്ടു കൊടുക്കുന്ന സമുദായം കടന്നുപോയതാണ്. ഇങ്ങനെ ഒരു പുതിയതായ സമുദായം കടന്നുപോയതാണ്. ആ സമുദായത്തിനൊന്നും കൊടുക്കാത്ത സ്ഥാനമാണ് ഖുർആൻ. അല്ലാഹു പറയുന്നത് എന്താണ്? ഖുർആൻ ഇറക്കപ്പെട്ട സമുദായമേ, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ്. ലോകം കണ്ടതിൽ വെച്ച്, ലോകത്തേക്ക് വന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമുദായമേ ഖുർആൻ ഇറക്കപ്പെട്ട നിങ്ങളാണെന്ന് അല്ലാഹു പറയുകയാണ്. കാരണം എന്തെന്നറിയുമോ? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഖുർആനിലൂടെ വിശ്വാസം അവലംബിച്ചുകൊണ്ട്, ഖുർആനിലൂടെ നന്മയുടെ പ്രേരക ശക്തിയായി മാറിക്കൊണ്ട്, ഖുർആനിലൂടെ തിന്മയെ നശിപ്പിക്കുന്ന മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് ഏതു മനുഷ്യരും ഖുർആനിലൂടെ പരിപൂർണ വിശ്വാസിയാകുന്നു. അല്ലാഹു പറയുകയാണ്, കുന്തും
കുന്തും ഖൈറ ഉമ്മ. അങ്ങനെ ഖുർആനിലൂടെ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് കടക്കുന്ന സമുദായമേ, നിങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നല്ല സമുദായം. ചിന്തിച്ചേ, ഖുർആനുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു തആല ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്ത മാസം ഒരു സാധാരണ മാസമല്ല. ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്ത രാത്രി സാധാരണ രാത്രിയല്ല. ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്ത മലക്ക് ഒരു സാധാരണ മലക്കല്ല. ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട നബി സാധാരണ നബിയല്ല. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും സ്ഥാനമുണ്ട്. നമുക്കും സ്ഥാനം കിട്ടണോ? നമുക്കും ഖുർആനുമായിട്ട് ബന്ധം ഉണ്ടാകണം. ഖുർആനിലൂടെ നന്മയുടെ ചാലക ശക്തികളായി മാറട്ടെ. ഖുർആനിലൂടെ തിന്മയെ നശിപ്പിക്കുന്നവരായി മാറട്ടെ. ഖുർആനിലൂടെ പരിപൂർണ വിശ്വാസത്തിന്റെ പാതയിലേക്ക് കടക്കുന്നവരായി മാറട്ടെ. സ്ഥാനം ഉണ്ടാവും. അല്ലാഹ് പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്. അങ്ങനെയെങ്കിൽ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സമുദായം അത് നിങ്ങളായിരിക്കും. നമുക്കാകാൻ പറ്റിയിട്ടുണ്ടോ? നമുക്കങ്ങനെ ആകാൻ പറ്റിയിട്ടുണ്ടോ? ഖുർആനുമായിട്ടൊരു ബന്ധം വെച്ച് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാന്റെ ലിസ്റ്റിലെ സത്യവിശ്വാസി ആരാ? നമ്മളെ ലിസ്റ്റില് മുസ്ലിം പേരുള്ള എല്ലാവരും സത്യവിശ്വാസികളാണ്, അല്ലെ? പേര് മുസ്ലിമിന്റെതാണോ, പിന്നെ അവൻ സത്യവിശ്വാസിയായി മാറി. നമ്മളെല്ലാവരെയും സത്യവിശ്വാസികൾ എന്ന് വിളിക്കുക. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ലിസ്റ്റിൽ സത്യവിശ്വാസി ആരാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ മുസ്ലിമാണോ? റേഷൻ കാർഡിൽ മുസ്ലിമാണോ? മഹലിന്റെ ലിസ്റ്റിൽ പേരുണ്ടോ? മുസ്ലിമാ. എല്ലാവരും മുസ്ലിമാ. പലിശ തിന്നുന്നവനും നമ്മുടെ ലിസ്റ്റിൽ മുസ്ലിമാ. കള്ളു കുടിക്കുന്നവനും നമ്മുടെ ലിസ്റ്റിൽ മുസ്ലിമാ. ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്തുകൊണ്ട് ദാടിയും അടിച്ചു സുന്നത്തുമായി ബന്ധപ്പെടാതെ ജീവിക്കുന്നവരും നമ്മുടെ ലിസ്റ്റിൽ മുസ്ലിമാ. പർദയില്ലാതെ ശരീരത്തിന്റെ തടിപ്പും തുടിപ്പും വെളുപ്പും പുറത്തു കാട്ടി നാണമില്ലാതെ ശരീരവും ആട്ടിക്കുടച്ച് നടക്കുന്ന പെണ്ണും നമ്മുടെ ലിസ്റ്റിൽ മുസ്ലിമാ. അള്ളാന്റെ ലിസ്റ്റിൽ മുസ്ലിം ആകാൻ പറ്റുന്നുണ്ടോ? ദുനിയാവിൽ ആര് നമ്മുടെ മുസ്ലിം അല്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമാ. അള്ളാഹുവിന്റെ മുന്നിൽ അംഗീകരിക്കപ്പെടണം. പടച്ചോൻ പറയുന്നു, യഥാർത്ഥ സത്യവിശ്വാസി ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി അവരുടെ മുന്നിൽ ഇങ്ങനെ പറയപ്പെട്ടാൽ ഒരു പേടിയുണ്ടാവും, ഹൃദയത്തിൽ ഒരു ചലനം ഉണ്ടാവും. അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ ശിക്ഷയുടെ കേദാരമായ നരകത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു പേടി ഉണ്ടാവും. പേടിയോടുകൂടി എഴുന്നേറ്റ് പോകുന്നവരാ സത്യവിശ്വാസികൾ, അല്ലെ? നമുക്കതൊക്കെ ഉണ്ടോ? 2 ദിവസമായിട്ട് മരണത്തെ പറ്റി കേട്ടു, ഖബറിനെ പറ്റി കേട്ടു, വിചാരണയെ പറ്റി കേട്ടു, നാം മറന്നുകൊണ്ടിരിക്കുന്ന മഹാസത്യങ്ങളെ പറ്റി കേട്ടു. എന്ത് മാറ്റമാ നമുക്കുണ്ടായേ? ലോകത്ത് എവിടെയൊക്കെ വൗലുണ്ടോ, ഈ പരിസരത്ത് എവിടെയൊക്കെ വൗലുണ്ടോ അവിടെയൊക്കെ ആളാണ്. എല്ലായിടത്തും നമ്മൾ വൗല് കേൾക്കാൻ പോവും. പക്ഷെ എന്ത് മാറ്റം നമുക്കുണ്ടായി? എത്രയോ കഴിവുള്ള പ്രഭാഷകന്മാരുടെ CD 100 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്കെന്ത് മാറ്റം ഉണ്ടായി? മുസ്ലിം ആയിട്ടില്ല, നമ്മൾ സത്യവിശ്വാസി ആയിട്ടില്ല. നമ്മൾ ഹൃദയത്തിൽ ഒരു പേടി. ദീനിന്റെ സദസ്സിലിരിക്കുമ്പോൾ, ദീനിന്റെ സദസ്സൊക്കെ പറഞ്ഞാല് പേടി ഉണ്ടാകാനുള്ള സദസ്സാണ്. എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു പേടിയോടെ എണീറ്റ് പോകണം. അല്ലാതെ 3 മണിക്കൂർ ഒരു സിനിമ കണ്ടതുപോലെ കുറെ തമാശയൊക്കെ കേട്ടൊന്ന് കുലുങ്ങി ചിരിച്ച് 2 പാട്ടൊക്കെ കേട്ട് കുറെ പഞ്ച് ഡയലോഗുകളൊക്കെ കേട്ട് സന്തോഷത്തോടെ അങ്ങ് പോവുക. ഒരു സിനിമ കണ്ട പ്രതീതി അങ്ങനൊന്നും അല്ല. ദീനിന്റെ സദസ് അതിനു വേണ്ടിയിട്ടുള്ളതല്ല. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. എന്താണ്? വഅളാകണോ? ഒരു 5-6 തമാശ ഫർളാ, അല്ലേ? പിന്നെ കുറച്ച് പാട്ടുകൾ വേണം. പിന്നെ ഇപ്പൊ പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്, 5-6 പഞ്ച് ഡയലോഗ് വേണം, എങ്കിലേ വഅളാവുള്ളൂ. ഇനി കുറച്ചു നാളും കൂടെ കഴിയുമ്പോഴത്തേക്കിന് വഅളാകണമെങ്കിൽ ഉസ്താദ്മാര് മൈക്കൊക്കെ മാറ്റി വെച്ചിട്ട് 2 സ്റ്റണ്ട് സീനും കൂടെ കാണിക്കേണ്ടി വരും, എങ്കിലേ വഅളാവുള്ളൂ. ഞാനീ പറഞ്ഞത് മതപ്രഭാഷണ വേദിയിൽ പാട്ടുപാടലെ ഹറാമൊന്നും അല്ല, തമാശ പറയലും ഹറാമല്ല. പറയാം,
സദസ്സിനൊരു ഉണർവുണ്ടാകും. തമാശയൊക്കെ കേട്ടൊന്ന് കുലുങ്ങുമ്പോ, അടുത്തിരിക്കുന്ന ആള് കുലുങ്ങുമ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കാക്ക ഉണരുമല്ലോ. അപ്പൊ കുഴപ്പമില്ല, സദസ്സൊന്ന് ഉണർന്നോട്ടെ. സദസ്സിനൊരു ഉന്മേഷം ഉണ്ടാകാൻ വേണ്ടി പറയാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു ദീനിയായ സദസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പേടി ഉണ്ടാകണം, പടച്ചോനെ പേടി ഉണ്ടാകണം, തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അവനാ ഒരു സത്യവിശ്വാസി. ശേഷം അല്ലാഹു തആല പറയുന്നു, ഒരു സത്യവിശ്വാസിയുടെ അടയാളം വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരു സത്യവിശ്വാസിയുടെ അടയാളം, അവരുടെ മുന്നിൽ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതപ്പെട്ടാൽ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ഈമാനിൽ വർധനവുണ്ടാകും, വിശ്വാസത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് വിശ്വാസത്തിൽ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് വിശുദ്ധ ഖുർആൻ. നമുക്ക് പറ്റുന്നുണ്ടോ ഖുർആൻ കേട്ടിട്ടൊരു മാറ്റം ഉണ്ടാവുക? നമ്മൾ ചിന്തിച്ചേ, റമളാൻ വരും അല്ലേ? റമളാൻ വരും. റമളാനില് തറാവീഹിന് എല്ലാരും പള്ളിയിലുണ്ടാവും. ആദ്യത്തെ ദിവസം പള്ളിയിലുണ്ടാകും. 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. 20 റക്അത്തിലും ഖുർആൻ കേട്ടു. 20 റക്അത്തിലും ഖുർആൻ കേട്ടു. ആദ്യത്തെ ദിവസം ഒരു 3-4 സഫൊക്കെ ഉണ്ടാവും അല്ലേ? ഖുർആനൊക്കെ കേട്ട് ഈമാനിൽ ഇങ്ങനെ വർധന ഉണ്ടായി. രണ്ടാമത്തെ ദിവസം വന്നു ഒക്കെ ഈമാനിൽ വർധന ഉള്ളായതുകൊണ്ട് സഫിൽ അങ്ങ് ആള് കുറയ്യ അല്ലേ? ഈമാൻ വർദ്ധിച്ചപ്പോ നിസ്കാരത്തിന് ആളില്ല. രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടെ കുറയും, മൂന്നാമത്തെ ദിവസം കുറച്ചുകൂടെ കുറയും. പിന്നെ ആളെ കിട്ടണമെങ്കിൽ 17-ാം രാവോ 27-ാം രാവോ വരണം. അത് ഖുർആനിനോടുള്ള താല്പര്യം കൊണ്ടല്ല, ബിരിയാണിയോടുള്ള താല്പര്യം കൊണ്ടുവാ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം ആകാൻ പറ്റണം നമുക്ക്. ഖുർആനിലൂടെ മാറ്റമുണ്ടാകട്ടെ നമുക്ക്. വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തുണ്ടാക്കിയെടുത്ത മഹത്തായ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഖുർആൻ എത്രയോ മനുഷ്യ മനസ്സുകളിൽ മാറ്റം ഉണ്ടാക്കി. ഖുർആൻ എത്രയോ മനുഷ്യ മനസ്സുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പറ്റിയുള്ള വിശ്വാസത്തിന്റെ വെളിച്ചം വീശിക്കൊടുക്കാൻ കാരണമായി മാറി. നമുക്കങ്ങനെ പറ്റുന്നുണ്ടോ ഖുർആനിലൂടെ വിശ്വാസത്തിലേക്ക് കടക്കാൻ, ഖുർആനിലൂടെ മനുഷ്യത്വത്തിലേക്ക് കടക്കാൻ? അറിയുമോ, പടച്ച തമ്പുരാൻ ഖുർആൻ ഇറക്കി തന്നത് നമ്മുടെ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാനാണെങ്കിൽ ഒരിക്കൽ പോലും ഖുർആൻ ഓതിക്കൊണ്ട മനസ്സുകളിൽ മാറ്റമില്ലാത്ത സഹോദരങ്ങള്, ഒരിക്കൽ പോലും ഖുർആനിനെ പഠന വിധേയമാക്കി വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കാൻ കഴിയാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതെന്തെന്നറിയുമോ? അതേ, നമുക്ക് വേണ്ടി ഇറക്കി തന്ന ഖുർആൻ ഉണ്ടല്ലോ, ഏത് ഖുർആനിനോട് നമുക്ക് ഭയമുണ്ടാകുന്നില്ലയോ? ഏത് ഖുർആനിനോട് നമുക്ക് മാറ്റമുണ്ടാകുന്നില്ലയോ? അല്ലാഹു പറയുകയാണ്, ഇതേ ഖുർആനിന് ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ, ഈ വിശുദ്ധമായ ഖുർആനിന് ഞാൻ മനുഷ്യർക്ക് ഇറക്കി കൊടുത്തതിന് പകരം കുറെ പാറക്കല്ലുകളിലേക്ക് ഇറക്കിയിരുന്നെങ്കിലോ, കുറെ പർവ്വതങ്ങളിലേക്ക് ഇറക്കിയിരുന്നെങ്കിലോ, കുറെ ഹിമ മൂടിക്കിടക്കുന്നതായ മലമുകളിലേക്ക് ഇറക്കിക്കൊടുത്തിരുന്നെങ്കിലോ, അല്ലാഹു പറയുകയാണ്, നബിയേ, താങ്കൾക്ക് കാണാൻ പറ്റുമായിരുന്നു നബിയേ, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഓ പർവ്വതങ്ങൾ വിറച്ചു പോകും നബിയേ, ഓ പർവ്വതങ്ങൾ കുലുങ്ങിപ്പോകും നബിയേ. ഖുർആനിലൂടെ കുലുക്കമില്ലാത്ത മനുഷ്യ, ഖുർആനിലൂടെ അല്ലാഹുവിനെ ഭയമില്ലാത്ത മനുഷ്യ, ഒന്ന് ചിന്തയ്ക്ക് പർവ്വതങ്ങൾക്ക് പോലും ഖുർആൻ ഇറക്കപ്പെട്ടാൽ ഭയമുണ്ടാകുന്നെങ്കിൽ, പർവ്വതങ്ങൾ പോലും കിടുകിടാ വിറക്കപ്പെട്ടു പോകുന്നെങ്കിൽ, കരിങ്കല്ലുകളെക്കാൾ കടുകടുത്ത ഹൃദയങ്ങളുമായി ജീവിക്കുന്ന നമുക്ക് ഖുർആനിലൂടെ മാറ്റം വരാത്തതുണ്ട്? ഖുർആനിലൂടെ വ്യത്യാസത്തിന്റെ, വ്യതിയാനത്തിന്റെ, വിശ്വാസത്തിന്റെ മാറ്റൽ മുഴങ്ങാത്തതുണ്ട്? അറിയുമോ, വിശുദ്ധ ഖുർആൻ ഈ
ലോകത്തെ പരിപൂർണ മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്ന ഖുർആൻ. അല്ലാഹു തആല ഖുർആനിനെ തുടങ്ങിയത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനില് ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ബഖറ. അതേ പശു എന്ന പേരിലാണ്, ഒരു നാൽക്കാലി മൃഗത്തിന്റെ പേരിൽ തുടങ്ങുന്ന ഖുർആൻ. ഒരു നാൽക്കാലി മൃഗത്തിന്റെ പേരിൽ തുടക്കം കുറിക്കുന്ന ഖുർആൻ. ആ ഖുർആൻ പശുവിന്റെ പേരിൽ തുടങ്ങിയെങ്കില് ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് പശു എന്നാണെങ്കില് അവിടെ നിന്നിങ്ങനെ സഞ്ചരിച്ച് മനുഷ്യ മനസ്സുകളിൽ മാറ്റത്തിന്റെ മാറ്റമുഴറ്റിക്കൊണ്ട് ഖുർആൻ സഞ്ചരിക്കുമ്പോൾ 114 അധ്യായങ്ങൾ പരിപൂർണമാകുമ്പോൾ ഏറ്റവും അവസാനത്തെ അധ്യായത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇട്ടിരിക്കുന്ന പേരെന്താണ്? സൂറത്തുൻ നാസ്. സൂറത്തുൻ നാസ്. അതേ മനുഷ്യൻ എന്ന പേരാണ്, മനുഷ്യൻ എന്ന പേരാണ്. പശുവിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുന്ന ഖുർആൻ. അതേ ഒരു നാൽക്കാലി മൃഗത്തെ പോലെ അതപ്പതിച്ച ജീവിതത്തിൻ്റെതായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച ഇരുകാലി മൃഗങ്ങളായ മർത്യരുണ്ടല്ലോ, അവരെങ്ങനെ പരിവർത്തനത്തിന്റെ പാതയിലൂടെ കൈപിടിച്ചു കൊണ്ടുപോയി പരിപൂർണ മനുഷ്യരാക്കുന്ന ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് മാറ്റമുണ്ടാകട്ടെ, ഖുർആനിലൂടെ നമുക്ക് മാറ്റമുണ്ടാകട്ടെ, ഖുർആനിലൂടെ പരിപൂർണ മനുഷ്യരാകാൻ നമുക്ക് കഴിയട്ടെ. അറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഗ്‌രിബ് ഇശാഇനിടയിലുള്ള പുണ്യമായ സമയങ്ങളും സന്ദർഭങ്ങളിലും റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി കൊടുക്കുന്ന സഹോദരി, കുങ്കുമപ്പൂവിലും നന്ദനത്തിനും വേണ്ടി തുലച്ചു കളയുന്ന പ്രിയപ്പെട്ട സഹോദരി, അറിയുമോ ഈ ലോകത്ത് വഴികെട്ട ജീവിതം നയിച്ച ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. അല്ലാഹുവിനെ അറിയാത്ത, റസൂലുള്ളാഹിനെ അറിയാത്ത, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച മനുഷ്യരുണ്ടായിരുന്നു. അറിയുമോ എന്റെ സഹോദരി, ഒരു കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളായ അമേരിക്കയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിരുന്ന ഒരു പെണ്ണ്, അന്താരാഷ്ട്ര ചാനലുകൾക്ക് വേണ്ടി ഇസ്ലാമിനെതിരെ പരിപാടികൾ അവതരിപ്പിച്ചിരുന്ന ഒരു പെണ്ണ്. ആ പെണ്ണതാ ഒരിക്കൽ മുസ്ലിമുകളുടെ കൈകളിൽ അകപ്പെട്ടു പോവുകയാണ്. അവരുടെ കയ്യിലേക്ക് വിശുദ്ധ ഖുർആൻ എത്തിച്ചേർക്കപ്പെടുകയാണ്. അവരതാ ഖുർആൻ പഠിക്കുകയാണ്, അവരതാ ഖുർആൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇസ്ലാം നശിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടികൾ അവതരിപ്പിച്ച ഒരു പെണ്ണിന് ഇവോൺ റിഡ്ലി എന്ന പേരിൽ ഇസ്ലാമിന്റെ വെള്ളരി പ്രാവാക്കി മാറ്റിയ ഖുർആൻ. എന്റെ സഹോദരി, ഖുർആനിലൂടെ നിന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തത്? എന്തോ ഖുർആനിലൂടെ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധി കടന്നു വരാത്തത് എന്ന് മാത്രമല്ല, അറിയുമോ ഒരു കാലത്ത് ചീഞ്ഞളിഞ്ഞു നാറുന്ന പാശ്ചാത്യ സംസ്കാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു പെണ്ണ്, അമേരിക്കക്കാരുടെ കയ്യിലെ കളിപ്പാവയായിരുന്ന ഒരു പെണ്ണ്, അവസാനം ഖുർആൻ അറിയുകയാണ്, ഖുർആൻ പഠിക്കുകയാണ്. അങ്ങനെ ആ പെണ്ണിൽ മാറ്റം വരികയാണ്. ഇന്നുതാ മർഹൂമ മറിയം ജമീല എന്ന പേരിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അറിയപ്പെട്ട ഒരു പ്രബോധകയായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാ സഹോദരി നമ്മുടെ ജീവിതത്തിൽ ഖുർആനിന് മാറ്റമില്ലാത്തത്? അറിയുമല്ലോ, കേരള സംസ്ഥാനത്തിൽ നിന്നും മലയാള സാഹിത്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ഒരു സ്ത്രീയെ പറ്റി അറിയുമല്ലോ. മലയാള സാഹിത്യത്തിന്റെ മാണിക്യക്കല്ലായിരുന്ന തൃശൂർ ജില്ലയിലെ പുന്നയൂർക്കുളത്തെ നാലപ്പാട്ട് കുടുംബത്തില് മാധവിക്കുട്ടി എന്ന പേരുള്ള പെണ്ണിനെ നിങ്ങൾക്കറിയുമല്ലോ. തന്റെ ആത്മകഥകളിലൂടെ വായനക്കാരുടെ ചോര ചൂട് പിടിപ്പിച്ച മാധവിക്കുട്ടിയുണ്ടല്ലോ. തന്റെ ആത്മകഥകളിലൂടെ യുവാക്കളുടെ സിരകളിലൂടെ അതേ ലഹരി പടർത്തിവിട്ട മാധവിക്കുട്ടിയുണ്ടല്ലോ. ആ മാധവിക്കുട്ടി മലയാള സാഹിത്യത്തിന്റെ മാണിക്യക്കല്ലായിരുന്നെങ്കിൽ അതിനേക്കാളേറെ മലയാള സാഹിത്യത്തിന്റെ മാണിക്യക്കല്ലിനേക്കാൾ ഏറെ പ്രശോഭിതമായ വാനിൽ മിന്നിത്തിളങ്ങുന്ന താരകമായ കമലാസുരയ്യ എന്ന പരിശുദ്ധ വനിതയിലേക്ക് കൈപിടിച്ച് നടത്തിയ ഖുർആൻ കഴിയട്ടെ സഹോദരിമാരെ, കഴിയട്ടെ സഹോദരന്മാരെ.
ഖുർആനിലൂടെ നമുക്ക് മാറ്റമുണ്ടാകട്ടെ, ഖുർആനിലൂടെ നമുക്ക് മാറ്റമുണ്ടാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ മനസ്സുകളെ മാറ്റിമറിക്കട്ടെ. വേണ്ട, ഖുർആനിനെ പറ്റി അറിയാൻ പാശ്ചാത്യ ലോകങ്ങളിലേക്ക് പോകണ്ട. ഖുർആനിനെ പറ്റി അറിയാൻ മരണപ്പെട്ടു പോയ മർഹൂമ മറിയം ജമീലയിലേക്കോ മർഹൂമ കമല സുരയ്യയിലേക്കോ പോകണ്ട. എന്റെ സഹോദരി, ഖുർആനിലൂടെ ഉണ്ടായ ഒരു മഹാത്ഭുതത്തെ പറ്റി നിങ്ങൾക്കറിയണോ? ഖുർആനിലൂടെ മാറ്റമുണ്ടായ ഒരു മഹദിയെ പറ്റി നിങ്ങൾക്കറിയണോ? എങ്കിലെന്റെ സഹോദരിമാര്, ഇവിടെ നിന്നൊരു അരമണിക്കൂർ പോലും യാത്ര ചെയ്യണ്ടല്ലോ. പള്ളിക്കൽ എന്ന പ്രദേശത്തേക്കൊന്ന് പോകുമോ? പള്ളിക്കൽ എന്ന പ്രദേശത്തേക്കൊന്ന് പോകുമോ? ആ പള്ളിക്കലേക്ക് ചെന്നാൽ അവിടെ പള്ളിക്കൽ ബനാത്ത് എന്നൊരു സ്ഥാപനമുണ്ട്. ആ പള്ളിക്കൽ ബനാത്തിലേക്ക് ചെന്നാൽ ആമിന ഉമ്മ എന്ന് പേരുള്ള ആ ബനാത്തിന്റെ നടത്തിപ്പുകാരിയെ കാണാൻ കഴിയുന്നതാണ്. ആരാണ് ആമിന ഉമ്മ? ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ ഖുർആൻ മുൻനിർത്തി, ഹദീസ് മുൻനിർത്തി അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് സ്ത്രീജനങ്ങളുടെ മനസ്സിൽ മാറ്റം വരുത്തിയ ആമിന ഉമ്മയാണ്. ആ ആമിന ഉമ്മ ഇന്ന് ഖുർആനിന്റെ സ്ഥാപനം നടത്തുകയാണ്. ആമിന ഉമ്മ നടത്തിയ ഖുർആനിന്റെ സ്ഥാപനത്തിൽ നിന്നും ഈ വിനീതന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉൾപ്പെടെ 13 പെൺകുട്ടികളാണ് വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി ഹാഫിളാത്തുകളായി സമുദായത്തിന് സമർപ്പിക്കപ്പെട്ടതെങ്കിലോ ആമിന ഉമ്മയെ നിങ്ങൾക്കറിയുമോ? ഒരു ദിവസം പള്ളിക്കലേക്കൊന്ന് പോകുമോ? ഒരു ദിവസം ആമിന ഉമ്മയെ ഒന്ന് കാണുമോ? അറിയുമോ? ഇന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ആമിന ഉമ്മ ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ ഒരുപാട് സാമുദായിക സംഘടനകള് 100 വിളികൾ ആമിന ഉമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. ഒരു ദിവസം ഒന്ന് വരുമോ? ഒരു മണിക്കൂർ അല്ലാഹുവിനെ പറ്റി ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കൊന്ന് ക്ലാസ് എടുക്കുമോ? കേരളക്കരയിൽ ഒരുപാട് സംഘടനകൾ കാതോർത്തിരിക്കുകയാണ്. ഈ വിനീതം തന്നെ പാലക്കാട് ജില്ലയിലെ ഐഡിയൽ റിലീഫ് കമ്മിറ്റി എന്ന ഒരു സംഘടനയുടെ പരിപാടിക്ക് വേണ്ടി പോകുമ്പോൾ അവിടെയുള്ള പ്രവർത്തകർ കാല് പിടിച്ചു പറഞ്ഞു, ഉസ്താദ് ഒരു ദിവസം ആമിന ഉമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ബുക്ക് ചെയ്തു തരുമോ? ട്രെയിനിലോ കാറിലോ സഞ്ചരിക്കേണ്ടതില്ല. തിരുവനന്തപുരത്ത് നിന്നും ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കോയമ്പത്തൂർ വന്ന് അവിടെ നിന്നും 1 മണിക്കൂർ AC കാറിൽ യാത്ര ചെയ്തിട്ട് ഞങ്ങളുടെ കൊല്ലങ്കോട് പ്രദേശത്തേക്ക് വന്ന് 1 മണിക്കൂർ അല്ലാഹുവിനെ പറ്റി ഒന്ന് പറയാൻ ഞങ്ങൾക്ക് തരുമോ? ഇപ്രകാരം കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആമിന ഉമ്മയുടെ 1 മണിക്കൂർ ക്ലാസ്സിന് വേണ്ടി ജനങ്ങൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, ആരാണ് ആമിന ഉമ്മ എന്ന് നിങ്ങൾക്കറിയുമോ? ആരാണ് ആമിന ഉമ്മ നിങ്ങൾക്കെന്നറിയുമോ? ആമിന ഉമ്മ നിങ്ങളെപ്പോലെ മുസ്ലിമായി ജനിച്ചവരല്ല. ആമിന ഉമ്മ നിങ്ങളെപ്പോലെ മുസ്ലിം കുടുംബത്തിൽ ബാങ്കും ഇഖാമത്തും കേട്ടുകൊണ്ട് പിറന്നു വീണവരല്ല. പിന്നെയോ ആമിന ഉമ്മ കടക്കൽ പ്രദേശത്തുള്ള അറിയപ്പെട്ട